ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 10ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ചതുരക്കണക്കുകൾ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ മാത്ത്. നമ്മുടെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള പോർഷനുകളാണ്. 10ാമത്തെ പാഠമാണ്. നമുക്കിനി ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള പാഠം തുടങ്ങാം. നോക്കിയേ, പാഠത്തിൻ്റെ പേര് തന്നെ ചതുരക്കണക്കുകൾ എന്നാണ്. എന്താ കുഞ്ഞുങ്ങളെ? റെക്റ്റാങ്കിൾ മാത്ത്. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. നോക്കണേ, അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞു നോക്കിയേ, സമചതുരങ്ങളും ചതുരങ്ങളും നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും ഈ സമചതുരമാണ് ചതുരമാണെന്നേ എങ്ങനെ അറിയാൻ പറ്റുന്നതെന്ന് ഞാൻ കുറേ എക്സാമ്പിൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് എന്താണ് നോക്കൂ കുഞ്ഞുങ്ങളെ. 4 വശവും ഒരുപോലെയാണെങ്കിൽ, ഇപ്പം ഇവിടെ നോക്കിയേ, 1 1 1 1 4 വശവും 1 സെൻറ്റിമീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് എന്താ? സ്ക്വയർ അല്ലെങ്കിൽ സമചതുരമാണ്. മനസ്സിലാവുന്നുണ്ടോ? 4 വശവും എന്താ? 4 സൈഡ്സ് ഈക്വൽ ആയിരിക്കണം കേട്ടോ. ഇപ്പം നോക്കിയേ, 3 3 3 3 4 സൈഡ് 3 സെൻറ്റിമീറ്റർ. ഇവിടെ ഒക്കെ ഞാൻ നിങ്ങൾക്ക്, അതായത് സ്ക്വയറും റെക്റ്റാങ്കിളും തിരിഞ്ഞു, സമചതുരവും ചതുരവും, എന്താ നിങ്ങളെ? സ്ക്വയർ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ എന്താ? സമചതുരവും ചതുരവും തങ്ങളിൽ തിരിഞ്ഞു പോകരുത്. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതാണ്. എങ്ങനെയാ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? ഇപ്പം നിങ്ങൾക്ക് ഇനി അത് മനസ്സിലാവും. 4 സൈഡും ഒരേ മെഷറാണെങ്കിൽ അത് അതുകൊണ്ടാണ് അതിന് സമം എന്ന് പറയുന്നത് അല്ലേ? സമചതുരം. ഓക്കെ ആണോ നിങ്ങളെ? സ്ക്വയർ നോക്കിക്കേ, ഇവിടെ 5 ആണെങ്കിൽ 5 5 5. നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആക്കി തരും സൈഡ് 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ 6 സെൻറ്റിമീറ്ററോ ഒരു വശം മാത്രം വെച്ച് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഓർത്തോണം, ഒരു 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെയും 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 6 ആണ്. അപ്പം നമുക്ക് സെപ്പറേറ്റ് 6 6 6 എന്ന് തരത്തില്ല, ഒരു സൈഡ് മാത്രമേ തരത്തുള്ളൂ. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? സ്ക്വയറിൻ്റെ ഓക്കെ ആണോ നിങ്ങളെ? ഇത് ആദ്യമേ അങ്ങ് പഠിക്കുക. എന്താ സമചതുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡും ഒരേപോലത്തെ അളവായിരിക്കും. ഓക്കെ ആണോ? ഇനി നോക്കിക്കേ, എന്താണ് ചതുരം അല്ലെ റെക്റ്റാങ്കിൾ? നോക്കിക്കേ, ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1 ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ പഠിക്കുന്നത് സ്ക്വയറും റെക്റ്റാങ്കിളും തിരിഞ്ഞു പോവല്ലേ നിങ്ങളെ? നോക്കിക്കേ, ഇവിടെ 8 ആണെങ്കിൽ ഇവിടെയും 8, അതായത് നീളമാണ്. ഈ ഇവിടെ അവിടെ എവിടെ എന്നൊക്കെ പറയുമ്പോഴേ മനസ്സിലാക്കണേ നിങ്ങളെ. എന്താ? ഈ താഴെ തരുന്ന നീളമാണ് കേട്ടോ. ഇത് വീതിയാണ്. നീളവും വീതിയും, ലെങ്തും ബ്രെഡ്ത്തും അല്ലെങ്കിൽ എന്താ വിട്ട് എന്നും പറയാം കേട്ടോ. ബ്രെഡ്ത്തെന്നും വിട്ടെന്നും പറയാം. ലെങ്ത് ഇത് തിരിഞ്ഞു പോകില്ല. നീളവും വീതിയും, ലെങ്തും വിട്ട് അല്ലെങ്കിൽ ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ 8 ആണെങ്കിൽ ഇവിടെയും 8 ആയിരിക്കും. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെയും 10 ആയിരിക്കും കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 8, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതായതുകൊണ്ട് ഇവിടെ എത്ര ആണോ വരുന്നത് അത് തന്നെയായിരിക്കും ഇവിടെ. പിടികിട്ടിയോ? ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4. ഒരിക്കലും ഇവിടെ 3 ഇവിടെ 2 അങ്ങനെയൊന്നും വരത്തില്ല. എന്താ? റെക്റ്റാങ്കിളിൻ്റെ കാര്യത്തില്ല കേട്ടോ. അങ്ങനെ 4 രീതിയിലൊക്കെ ഉണ്ട്. നമുക്കിനി അങ്ങോട്ട് പഠിക്കാം. പക്ഷെ നിങ്ങൾക്കിപ്പം റെക്റ്റാങ്കിളും സ്ക്വയറും എന്താണെന്ന് തിരിഞ്ഞു പോകരുത്. അതാണ് ഞാൻ ഫസ്റ്റിൽ വരച്ച് തന്നിരിക്കുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങളുടെ ടെസ്റ്റിൽ കുറേ പടം കണ്ടോ. ചെറിയ സമചതുരങ്ങൾ ചേർത്ത് വെച്ച് വലിയ ചതുരങ്ങൾ ഉണ്ടാക്കിയാണ് കുട്ടികൾ. ടെസ്റ്റിലെ കാണുന്നുണ്ടോ? ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 6 ചതുരക്കട്ടകൾ. നോക്കിക്കേ, സമചതുരങ്ങൾ അതിനകത്തുള്ള. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ? നിങ്ങൾ ഈ ടെസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നീളവും വീതി എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെ ഇത് ഒരു കട്ട 1 സെൻറ്റിമീറ്റർ അല്ലേ? 1 ഇതൊന്ന് 1 1 1 1 അല്ലേ? മൊത്തം എത്ര ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ മൊത്തം എത്ര? 6 സെൻറ്റിമീറ്റർ. ഇപ്പോൾ പിടികിട്ടിയോ 6 സെൻറ്റിമീറ്റർ വന്നത് എങ്ങനെയാണെന്ന്? അപ്പോൾ അതിൻ്റെ വിട്ടോ നോക്കിക്കേ, വിട്ട് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്ററേ ഉള്ളൂ. എത്ര? 1 സെൻറ്റിമീറ്റർ. ഇങ്ങനെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കുറേ ചോദ്യങ്ങൾ. അപ്പോൾ പിടികിട്ടുന്നുണ്ടോ നിങ്ങളെ? ഈ നോക്കിയേ, 1 2 3 4 5 6. അപ്പം നീളം അല്ലെങ്കിൽ ലെങ്ത് 6. വിട്ട് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് നോക്കിക്കേ, 1 സെൻറ്റിമീറ്റർ. ഇവിടെ നോക്കിക്കേ, 1 2 3. ഇവിടെ എത്ര നിങ്ങളെ? 3 ആണ് നീളം അല്ലേ? ലെങ്ത്. ഇവിടോ വീതിയോ? 1 2 2 ഉള്ളൂ. ഇവിടെ 3 ആണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ 3 ആയിരിക്കും. ഇവിടെ 2 ആണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ 2 ആയിരിക്കും. ഇപ്പോൾ പിടികിട്ടുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ ആണോ? ഇവിടെ നോക്കിക്കേ, 1 2 3. ഇവിടെ എത്ര? 3. ഇവിടെ ഓക്കെ, 1 2 3. ഇവിടെയും 3. ഇവിടെ 1 2 3. ഇവിടെയും 3. 1 2 3. ഇവിടെയും 3. കണ്ടോ? ഇങ്ങനെ മനസ്സിലാക്കണം. ചെറിയ സമചതുരങ്ങൾ ചേർത്ത് വെച്ച്. സമചതുരം എന്ന് വെച്ചാൽ എന്താണ്? സമചതുരം
എന്താ കുഞ്ഞുങ്ങളെ സമചതുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആയിരിക്കും, ഇവിടെയും 3 ആയിരിക്കും, ഇവിടെയും 3 ആയിരിക്കും. ഇതിനെ എന്ത് പറയുന്നത്? സമചതുരം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുറേ സമചതുരങ്ങൾ ചേർത്ത് വെച്ച്, ചെറിയ സമചതുരങ്ങൾ ചേർത്ത് വെച്ച്, കണ്ടോ, 1 2 3 4 5 6 6 നട നിരത്തി വെച്ചിരിക്കുക. അപ്പോൾ 6 സെൻറ്റിമീറ്റർ നീളവും കിട്ടി, 1 സെൻറ്റിമീറ്റർ വീതിയും കിട്ടി. അങ്ങനെ കുറേ ഇതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇവിടെ നോക്കിയേ, 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇവിടെ എത്ര? 9 സെൻറ്റിമീറ്റർ വിട്ടോ കുഞ്ഞുങ്ങളെ, വീതി 1 സെൻറ്റിമീറ്റർ. അങ്ങനെ ഇതെല്ലാം കണ്ടുപിടിക്കാനായി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ആദ്യമേ പഠിച്ച എന്താ കുഞ്ഞുങ്ങളെ? സ്ക്വയർ എന്താണ്? അത് നല്ലപോലെ അറിയണേ. എന്താ കുഞ്ഞുങ്ങളെ? സ്ക്വയർ എന്താണ്, റെക്റ്റാങ്കിൾ എന്താണെന്ന് ആദ്യമേ പഠിച്ചു. ഓക്കെ ആണല്ലോ? അത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതെ, നമ്മുടെ 10ാമത്തെ പാഠമാണ്. അതെന്താണെന്ന് ആദ്യമേ പഠിച്ചു. ഇനി നോക്കണേ, നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് വരാം. അതായത് അതെ, ടെസ്റ്റിലെ പേജ് നമ്പർ, നമുക്ക് ഓരോന്നും പേജ് നമ്പർ 112 കേട്ടോ. നമ്മൾ ഓരോ പേജ് അനുസരിച്ച്, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറയാമല്ലോ, ഇന്ന പേജ് നമ്പർ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നേ. നോക്കണേ, 112 കൊച്ചു സമചതുരങ്ങളുടെ എല്ലാം വശത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ ആണ്. ചിത്രത്തിലെ ചതുരങ്ങളുടെ എല്ലാം നീളവും ഉയരവും എഴുതാമോ? ഉദാഹരണമായി ഈ ചതുരം നോക്കൂ നിങ്ങളെ. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞു, ഇത് 1 സെൻറ്റിമീറ്റർ ആണ്, ഇത് 1 സെൻറ്റിമീറ്റർ ആണ്, ഇതും 1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇത് മൊത്തം എത്ര ഉണ്ട്? 3 സെൻറ്റിമീറ്റർ നീളമുണ്ട് അല്ലേ. ഇത് നോക്കിയേ, ഇതൊന്നാണ്, അപ്പോൾ ഇവിടെ എത്ര? 2 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായോ? ഉദാഹരണമായിട്ട് ഈ ചതുരം നോക്കാനാണ്. അപ്പോൾ ഇതെത്ര? ഇത് 1 സെൻറ്റിമീറ്റർ ആണ്, ഒരു കട്ട അല്ലേ. ഇതും ഒരു കട്ട. അങ്ങനെ നോക്കി, 1 2 3 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ചതുരത്തിൻ്റെ നീളം 3 സെൻറ്റിമീറ്ററും ഉയരം എത്ര? 2 സെൻറ്റിമീറ്റർ. ഇവിടെ ഉയരമാണ് പറഞ്ഞിരിക്കുന്നത്, നീളവും വീതിയുമല്ല. വീതിയല്ലേ കുഞ്ഞുങ്ങളെവിടെ നമ്മുടെ ചോദ്യത്തിൽ നോക്കണം കേട്ടോ. ഇത് ഉയരമാണ് ചോദിച്ചത്, അതുകൊണ്ട് ഉയരം. ഇനി വിഡ്ത്താണ്, വീതിയാണെങ്കിലും കേട്ടോ, ചോദ്യം നോക്കിയിട്ട് വേണേ തിരിഞ്ഞു പോവല്ലേ. മനസ്സിലാവുന്നുണ്ടോ? കൊച്ചു സമചതുരങ്ങളുടെ എല്ലാം വശത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ ആണ്. കണ്ടോ, ഓരോ സെൻറ്റിമീറ്റർ. ചിത്രത്തിലെ ചതുരങ്ങളുടെ എല്ലാം നീളവും ഉയരവും എഴുതാനാ. നീളവും ഉയരവും എഴുതാനാ. നോക്കിയേ, 3ഉം 2ഉം. മനസ്സിലായോ? ഇതുപോലെ എല്ലാ ചതുരങ്ങളുടെയും നീളവും ഉയരവും കണക്കാക്കുക. നോക്കൂ നിങ്ങളെ ഇവിടെ. ഇനി ഇത് നിങ്ങളോട് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണക്കാക്കാം. നോക്കിക്കേ, ഈ ചതുരം എന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ. ഇംഗ്ലീഷ് മീഡിയക്കാരുടെ ബുക്കിൽ നോക്കണേ. ചതുരം എന്ന് വെച്ചാൽ എന്താ? റെക്റ്റാങ്കിൾ. നീളം നോക്കിക്കേ, ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, 1 2 3 4 5 6. ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഉയരം എത്രയാണ്? ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ് ഉയരം. എഴുതണേ. ഇവിടെ നോക്കിക്കേ, 1 2 3, നീളം 3, വീതിയോ അല്ല ഉയരമോ 2. ഇത് നിങ്ങളുടെ ലെങ്തും ഹൈറ്റുമാണ് മലയാളം മീഡിയക്കാർക്ക് കേട്ടോ. എന്താ? റെക്റ്റാങ്കിള്, ലെങ്ത്, ഹൈറ്റ്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതൊക്കെ മനസ്സിലായെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. നീളം അറിയണേ. നോക്കി, 1 2 3. താഴെ കൊടുത്തിരിക്കുന്ന കട്ടകളുടെ എണ്ണം അങ്ങ് എഴുതിയാൽ മതി. 1 2 3. ഓക്കെ ആണല്ലോ. ഇനി മേപ്പോട്ട് എഴുതുക. 1 2 3, അതാണ് ഹൈറ്റ്, അതും 3 ആണ്. ഇത്രയേ ഉള്ളൂ. ഇനി നോക്കിക്കേ അടുത്തത്. 1 2 3 4 5 6 7 8 9. മൊത്തം കട്ടകൾ 9. മുകളിലോട്ട് നോക്കി, ഹൈറ്റ് 1. എളുപ്പമായിരിക്കും അല്ലേ. ഇപ്പം മനസ്സിലായോ? ഇത് നോക്കിയേ, 1 2 3 4. ഇത് 4. 1 2 3 3. 1 2 3 4 5 6. ഇത് 6. മേപ്പോട്ട് 2. 1 2 3 4 5 6 7 8 9 10 11 12. മുകളിലോട്ട് 1. ഇത്രയേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചത് എന്താ? നിങ്ങൾ ഇതിൻ്റെ നീളവും ഉയരവും, അതായത് ലെങ്തും ഹൈറ്റും കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളത് കണ്ടുപിടിച്ചു. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? എന്താ നീളം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? താഴെ തന്നിരിക്കുന്ന 112ാമത്തെ പേജിലെയാണ് നമ്മൾ പറയുന്നത്. താഴെ തന്നിരിക്കുന്ന കോളം കണ്ടോ, എല്ലാത്തിൻ്റെയും താഴത്തെ കോളം ഫസ്റ്റ് റോയിൽ എഴുതുക, അതാണ് നീളം. ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത്, ഇവിടെ നമ്മുടെ ഹൈറ്റാണ് ചോദിച്ചുകൊണ്ട് മേപ്പോട്ട് നോക്കിയേ. മേപ്പോട്ട് 1, ഇവിടെ 1 2, ഇവിടെ 1 2 3, ഇവിടെ 1, ഇവിടെ 1 2 3. ഇപ്പം മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി നമുക്ക് 112ാമത്തെ പേജ്. 112 ഓക്കെ ആണേ.
113 പേജ് നോക്കിയേ. അതിരിൻ്റെ അളവ്. കുട്ടികൾ ഉണ്ടാക്കിയ എല്ലാ ചതുരങ്ങളുടെയും അരികുകൾ നിറമുള്ള നൂല് മുറിച്ച് ഒട്ടിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. ആദ്യത്തെ ചതുരത്തിന് ചുറ്റും ഒട്ടിക്കാൻ ആകെ എത്ര നൂൽ വേണം? ഇനി നമ്മൾ പഠിക്കുന്നത് എന്തോന്നറിയോ? ചുറ്റും എന്ന് വെച്ചാൽ എന്താ? ചുറ്റളവ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങളെ? പെരിമീറ്റർ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പെരിമീറ്ററിൻ്റെ മലയാളമാണ് എന്താ? ചുറ്റളവ്. ഇനി എപ്പോഴും ഓർത്തോണേ, പെരിമീറ്ററിൻ്റെ മലയാളമാണ് ചുറ്റളവ്. ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ്. മനസ്സിലാവുന്നുണ്ടോ? ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഈ ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ടല്ലോ, പടപടാന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ നോക്കണേ. സമചതുരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു എന്താ കുഞ്ഞുങ്ങളെ? 4 വശവും ഒരുപോലെയുള്ള മെഷറിനാണ് എന്ത് പറയുന്നത്? സമചതുരം അല്ലേ? സമചതുരം എന്ന് വെച്ചാൽ എന്താ? സ്ക്വയർ. ഇനി അതിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താ? ചുറ്റളവ്. എന്താ കുഞ്ഞുങ്ങളെ? ചുറ്റളവ്. ഈ സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. 4 സൈഡാണ്. ഈ ഒരു 4 ഇക്വേഷൻ അറിയാമെങ്കിൽ ഈ ചാപ്റ്റർ ഓക്കെ ആവും കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്. എന്താ? സമചതുരത്തിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ ഓഫ് സ്ക്വയർ. എന്താ നിങ്ങളെ? 4 സൈഡ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ചുറ്റളവ് എന്ന് വെച്ചാൽ ചുറ്റുമുള്ള അളവ്. എപ്പോൾ പെരിമീറ്റർ ചോദിച്ചാലും ചുറ്റുമുള്ള അളവാണ്, ചുറ്റളവാണ് അല്ലേ? നോക്കിക്കേ, 3 3 3 3. അപ്പം നമ്മൾ 3 3 6 6 3 9 9 3 12 എന്നാണ് ചുറ്റുമുള്ള അളവെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് ഇക്വേഷനിൽ കയറ്റി എഴുതണം. എങ്ങനെയാ? 4 സൈഡ്. 4 എന്താ? സൈഡ് എത്ര നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു സൈഡ്, എല്ലാ സൈഡും 3 അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ 3 എഴുതി വെക്കുക. 4 വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ 4 സൈഡ് 1 2 3 4, അതാണ് ഈ 4 വന്നത്. 4 × 3 12 സെൻറ്റിമീറ്റർ. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 3 + 3 + 3 + 3 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് 12 കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ വേണോലും ചെയ്യാം കേട്ടോ. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയല്ലോ നിങ്ങളെ. ഒന്നുകിൽ നമുക്ക് എന്താ? ഈ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് വെച്ചാൽ ചുറ്റുമുള്ള അളവാണ് അല്ലേ? അപ്പം നമ്മൾ എന്താ? ഒന്നുകിൽ എന്താ? ഇത് വട്ടം ഏതാണോ ചോദിക്കുന്നത് അതിന് വട്ടമുള്ളതിൻ്റെ എല്ലാം കൂടെ കൂട്ടി അങ്ങ് എഴുതിയാൽ മതി. പക്ഷെ നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ ബെറ്റർ. ഇനി അറിയത്തില്ല, മറന്നു പോയെന്ന് വിചാരിച്ച് പേടിക്കേണ്ട. 4 സൈഡാണ്. 4 വന്നത് മനസ്സിലായല്ലോ? ഇത് 1 2 3 4 4 ഇൻറ്റു നമുക്ക് എത്ര ആണോ വശങ്ങളുടെ സൈഡ് ഇത് എന്താ എമൗണ്ട് തന്നിരിക്കുന്നത് അല്ല സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത് അതിനോട് ഇൻറ്റു ചെയ്യുക. 4 × 3 12. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഇത് കൂട്ടിയാലും മതി കേട്ടോ. ഇനി അത് ഡൗട്ട് വേണ്ട. ഇനി ഇത് നമ്മൾ പഠിച്ച എന്താ? ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ ആണ്. എന്തോത്തിൻ്റെ? സ്ക്വയറിൻ്റെ ആണേ. സ്ക്വയർ കേട്ടോ. സ്ക്വയർ സമചതുരത്തിൻ്റെ. ഇനി ഏരിയ ഓഫ് സ്ക്വയർ. പെരിമീറ്റർ നമ്മൾ കാണാൻ പഠിച്ചു. 4 സൈഡ്. പെരിമീറ്റർ കാണുന്നത് 4 സൈഡ്. ഇനി ഏരിയ കാണാം. ഏരിയ എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളം എന്താണെന്നറിയോ? പരപ്പളവ്. മറ്റേ എന്താ? പെരിമീറ്റർ ചുറ്റളവ്. ഏരിയയുടെ മലയാളം പരപ്പളവ്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവർ പരപ്പളവെന്നാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങളെന്താ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ഏരിയ, പെരിമീറ്റർ ഒക്കെ കേട്ടോ. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കാണുന്ന നോക്കിയേ. സമചതുരത്തിൻ്റെ പരപ്പളവ് സൈഡ് ഇൻറ്റു സൈഡാണ്. എന്താ കുഞ്ഞുങ്ങളെ? വശം ഗുണം വശം. സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് എത്രയാണ്? 3 അല്ലേ? അടുത്ത സൈഡ് എത്ര? സൈഡ്. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ്, ഏതെങ്കിലും 2 സൈഡ്. 3 × 3 9. ഇപ്പം മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരേ പടമാണ് വരച്ചത്. നോക്കിയേ, ഇതും 3 സെൻറ്റിമീറ്റർ ആണ്, ഇതും 3 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പം പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കാണാനാ ചോദിക്കുന്നെങ്കിൽ 4 സൈഡ് എന്നുള്ള ഇക്വേഷൻ എടുക്കുക. മനസ്സിലായോ? അതല്ല നമ്മളോട് എന്താ? ഏരിയയാണ് ചോദിക്കുന്നതെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡാണ്. 3 × 3 9 സെൻറ്റിമീറ്റർ. ഇത് 2 അറിയാവുന്ന കുട്ടികൾക്കുണ്ടല്ലോ ഈ ചാപ്റ്റർ ഓക്കെ. ഒരെണ്ണം നമ്മളിപ്പോൾ, കാരണം നമുക്ക് പഠിക്കാനുള്ള സമചതുരവും ചതുരവുമാണ്. അപ്പോൾ നമ്മൾ സമചതുരത്തിൻ്റെ 2 കാരണം ഇനി അങ്ങോട്ടുള്ള കണക്ക് ഇത് എങ്ങനെ കിട്ടുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഇതറിയാവുന്നവർക്ക് ചെയ്തുകൂടായോ? നിങ്ങൾക്കത് ഇനി അങ്ങോട്ട് കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ ആണോ? അപ്പോൾ സമചതുരത്തിൻ്റെ പഠിച്ചു. ഇനി നമ്മൾ ചതുരത്തിൻ്റെ ചുറ്റളവ്. സമചതുരത്തിൻ്റെ 4 സൈഡ് ആണെങ്കിൽ ചതുരത്തിൻ്റെ എന്താ നിങ്ങളെ? ഈ ഇക്വേഷൻ നിങ്ങളുടെ ടെസ്റ്റിൽ പറഞ്ഞില്ല, പക്ഷേ ഇത് വെച്ച് നമുക്ക് എളുപ്പം ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ ലിങ്ക് കാണുന്നവർ എൻ്റെ കുഞ്ഞുങ്ങളെ ഇനിയുള്ള ക്ലാസ്സിലായാലും നമുക്ക് ഇത് പഠിച്ചാലുണ്ടല്ലോ എളുപ്പം ചെയ്യാൻ പറ്റും. അതിനാണ് 2 × L + B. ഈ L എന്തോ B എന്തോ എന്ന് നമുക്കറിയാം. L ലെങ്തും B ബ്രെഡ്ത്തുമാണെന്ന് നമുക്കറിയാം കേട്ടോ. അപ്പോൾ ഈ 2 എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനിയും പഠിക്കാം. അപ്പോൾ നമ്മൾ ചതുരത്തിൻ്റെ ചുറ്റളവ് അല്ലെ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 × L + B. മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു 2 കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചു. 3 ഒരു ബോക്സിലൊക്കെ ഇട്ട് ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട്
ഈ 4 ഇക്വേഷനും ബോക്സിലിട്ട് വൃത്തിയായിട്ടൊക്കെ എഴുതാങ്ങളുണ്ടല്ലോ ടീച്ചറൊക്കെ ഇതൊക്കെ എങ്ങനെ പഠിച്ചു എന്നൊക്കെ ചോദിട്ടോ നിങ്ങളോട് ചോദിക്കും. ഇനി ചതുരത്തിൻ്റെ പരപ്പളവ് മറ്റേതിൻ്റെയും നമ്മളെന്താ ചുറ്റളവും പരപ്പളവും പഠിച്ചു. ഇതിൻ്റെയും ചുറ്റളവും പരപ്പളവും അല്ലേ, ഏരിയയും പെരിമീറ്ററും. നോക്കിയേ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ L/B, ലെങ്തിനെയും വിഡ്ത്തിനെയും കൂടി ഇൻറ്റു ചെയ്താൽ മതി. എന്ത് കിട്ടും നമുക്ക്? ഏരിയ കിട്ടും. ഓക്കെ ആണോ നിങ്ങളെ? അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. നോക്കിക്കേ, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. എന്താ നിങ്ങളെ? ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? ചതുരമാണ് അല്ലേ, ചതുരം. സമചതുരമല്ല, സമചതുരമാണെങ്കിൽ 4 ഒരേപോലെ ആയിരിക്കണം. ഇത് ചതുരമാണ്. ചതുരത്തിൻ്റെ പ്രത്യേകത എന്താ? മുകളിൽ തരുന്നത് തന്നെ ഇത് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം എപ്പോഴും എന്താ? ഒരേപോലെ ആയിരിക്കും. അപ്പോൾ നോക്കി, ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 8, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4. പടം കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങളോട് ഇത് എന്താണെന്ന് ചോദിച്ചാലും എഴുതാൻ അറിയണം കേട്ടോ. എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണോ? ഓക്കെ, 8 8 4 4. അപ്പോൾ എന്താന്ന് പറയണം? അതൊരു ചതുരമാണ്. ഇനി നമ്മൾ പഠിച്ച രീതി അനുസരിച്ച് ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യാം കുഞ്ഞുങ്ങളെ? ഈ ചുറ്റളവ് കാണാൻ ഇക്വേഷൻ അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇരിക്കേണ്ട. എന്താ? ഒന്നുകിൽ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ചുറ്റളവ് പെരിമീറ്റർ എന്ന് വെച്ചാൽ വട്ടം തന്നിരിക്കുന്നതിനെ അങ്ങ് കൂട്ടി വെച്ചാൽ മതി. അതിലും എളുപ്പവഴി എന്താ? 2 × L+B എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. എന്താ ഈ 2 × L+B എന്ന് വെച്ചാൽ? എന്താ കുഞ്ഞുങ്ങളെ? അതായത് 2 എന്ന് എഴുതിയിട്ട് ഈ L/B എന്ന് വെച്ചാൽ L ലെങ്ത്, നീളം, B എന്താ? ബ്രെഡ്ത്ത്. കണ്ടോ B. അപ്പം 8 തന്നിട്ടുണ്ട്. 8 + 4. 2നെ അതുപോലെ തന്നെ അങ്ങ് എഴുതുക, ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. 2 × L+B. L 8 ആണ്, B എത്ര കുഞ്ഞുങ്ങളെ? 4 ആണ്. 8 ഉം 4 ഉം 12. ഇനി നോക്കിക്കേ, ഇനിയാണ് നമ്മൾ ലാസ്റ്റിലാണ് ഈ 2നെ ഇൻറ്റു ചെയ്യുന്നത്. 12 × 2 24. മനസ്സിലായോ? 2 × L+. ഇങ്ങനെ ചെയ്യാമെങ്കിൽ എളുപ്പം നമുക്ക് ആൻസർ കിട്ടും. ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ എന്താ? 8 ഉം 8 ഉം 16, 16 ഉം 4 ഉം 20, 20 ഉം 4 ഉം 24. ഇത് 4 കൂടെ കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടും കുഞ്ഞുങ്ങളെ? അതായത് 8 + 4 + 8 + 4. ഇത് നമുക്ക് എന്താ കിട്ടുന്നത്? 24. ഇങ്ങനെയും ചെയ്യാം, പക്ഷെ കുറച്ചുകൂടി എളുപ്പം നമ്മൾ എന്താ നമുക്ക് വേണ്ടുന്നത് ഈ രീതി ചെയ്യുന്ന കുറച്ചുകൂടെ. നിങ്ങൾക്ക് ഇനി ഏതാ മനസ്സിലായെന്ന് വെച്ചാൽ ആ രീതി ചെയ്താൽ മതി കുഞ്ഞുങ്ങളെ. ഞാൻ നിർബന്ധിക്കുന്നില്ല, കാരണം നമുക്ക് ഏതാണോ മനസ്സിലാവുന്നത് ആ രീതി ഉപയോഗിക്കുക. ഈ ഇക്വേഷൻ വെച്ചാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ പറഞ്ഞത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയാം ഏരിയ കാണുക. ഏരിയ എന്ന് വെച്ചാൽ എന്താ? പരപ്പളവ് കാണുക. എന്താ നിങ്ങളെ? പരപ്പളവ് കാണുക. നമ്മളിപ്പോൾ എന്താ? പെരിമീറ്ററിലെ ഉണ്ട്. പരപ്പളവ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ പരപ്പളവ് ഏരിയ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? L/B. L എത്ര? 8, B എത്ര? 4. 8 × 4 32 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെ, സെൻറ്റിമീറ്റർ സ്ക്വയർ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഇക്വേഷൻ ഇച്ചിരി തലമണ്ടയുള്ള കുട്ടികൾക്ക് കേട്ടോ, സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന കുട്ടികൾക്ക് ഈ ഇക്വേഷൻ എളുപ്പമാകും നിങ്ങളെ. അതായത് 2 × L+B കേട്ടോ. നമ്മളെപ്പോഴും പെരിമീറ്റർ ഓഫ് സ്ക്വയർ 4 സൈഡ്, ഏരിയ ഓഫ് സ്ക്വയർ സൈഡ് ഇൻറ്റു സൈഡ്, പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ 2 × L+B, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ L/B. ഈ 4 അറിയാമെങ്കിൽ ഈ ചാപ്റ്റർ ഓക്കെ. അതായത് ഞാൻ ഈ പറഞ്ഞ 4 നിങ്ങൾ ബോക്സ് ഇട്ട് എഴുതണം. ബോക്സ് ഇട്ട് എഴുതാമെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടിയാണ് ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത് ഇത്ര അറിയാവുന്ന കുട്ടികൾക്ക് നമുക്കിപ്പോൾ ഈ കണക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പറയുന്ന കണക്ക് കേട്ടോ. അതായത് നോക്കിക്കേ, ചതുരത്തിൻ്റെ ചുറ്റുമായി എടുക്കുന്ന അളവിനെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, വട്ടം നമ്മൾ ഈ ചുറ്റും എടുക്കുമല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, വേണ്ട ഇവിടെ 6 ആണെങ്കിൽ അല്ലേ, ഇവിടെ 6 ആണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? ഇവിടെ 6 ആണെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ? ഓപ്പോസിറ്റ് സൈഡ് എന്താ? 6 ആയിരിക്കും അല്ലേ. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എന്താ? 1 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പം നോക്കി, 6 ഉം 12, 12 1 13, 13 1 14 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ. ഇതാ സംഭവം. പിടികിട്ടിയോ? ഇപ്പം ഞാൻ ആ പറഞ്ഞത് വെച്ച് മനസ്സിലായോ? ഇവിടെ 6 ആണ്, എന്താ? ഇവിടെ 6. ഇവിടെ 1 ആണെങ്കിൽ എന്താ? ഇവിടെ 1. അപ്പം നമുക്ക് 4 സൈഡിലും കിട്ടിയാൽ എന്താ? ചുറ്റളവ് കിട്ടിയില്ലേ? അപ്പം ഞാൻ പറഞ്ഞ രീതി വെച്ച് എന്താ കുഞ്ഞുങ്ങളെ? 2 × L+B. നമുക്കത് നോക്കാം. അതായത് 2 × L എത്ര? 6 അല്ലേ, പ്ലസ് B 1 അല്ലേ. അപ്പം 2 × ഇതെത്ര? 6 ഉം 1 ഉം 7, 7 × 2 14 സെൻറ്റിമീറ്റർ. കണ്ടോ? ഇത് നിങ്ങൾക്ക് മൊത്തം ഈ ടെസ്റ്റിൽ തന്നെ ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ? അതായത് മുകളിലെ ചിത്രത്തിലെ എന്താ ചതുരത്തിൻ്റെ ചുറ്റളവ് 14 സെൻറ്റിമീറ്റർ. ഇനി നമ്മുടെ പട്ടികയിൽ നോക്കിക്കേ, അവർ കുറേ നമുക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ. നോക്കാം, നമുക്കത് വരച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ, ടെസ്റ്റിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു നിങ്ങൾക്കത് മനസ്സിലായില്ലല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ. നമുക്കത് ഇതിലൊക്കെ ഞാൻ ഹോംവർക്ക് ചെയ്തു വെച്ചിരിക്കും. ഓക്കെ,
വേണ്ടേ നോക്കണേ കുഞ്ഞുങ്ങളെ, വേണ്ടേ എക്സസൈസ് നോക്കണേ. നോക്കിക്കേ, ഇവിടെ ഒരു പടം തന്നിട്ടുണ്ട്. അത് ഞാൻ വരച്ചല്ലോ. വേണ്ടേ ഞാനത് വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നോക്കൂ കുഞ്ഞുങ്ങളെ, വേണ്ടേ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം. നമ്മുടെ പേജ് നമ്പർ എത്ര? 111 ഞാൻ 111 113 അല്ലേ, 113 പേജ് നമ്പർ 113 മലയാളം മീഡിയത്തിൻ്റെ കേട്ടോ. നോക്കിക്കേ, ചതുരം 6 സെൻറ്റിമീറ്റർ ആണ്. 6 ഈ ഓരോ സ്ക്വയറും ഓരോ സെൻറ്റിമീറ്റർ ആണെന്ന് ആദ്യമേ നിങ്ങൾ ഓർത്തോണം കേട്ടോ. ഓരോ ഇതാണ്ട് കണ്ടോ, ഓരോ ബോക്സും ഓരോ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 2 3 4 5 6 ഇത് 6 ആണ്, ഇത് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ നീളം 6ഉം ഉയരം 1ഉമാണ് അല്ലേ. ഓക്കെ ആണോ? അടുത്ത് നോക്കിക്കേ, 1 2 3 നോക്കൂ നിങ്ങളെ, ഇവിടുത്തെ നീളം എത്രയാണ്? 3 ആണ് അല്ലേ. നീളം 3, അതായത് ലെങ്ത് 3ഉം എത്താണ് ഹൈറ്റ് 2ഉമാണ് അല്ലേ. 1 2 ഹൈറ്റ് 2ഉമാണ്. മനസ്സിലായോ? നീളവും ഹൈറ്റും എത്ര ആണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, 1 2 3 അല്ലേ. ഇവിടെ എത്ര? നീളം 3ഉം 1 2 3 ഹൈറ്റ് 3ഉമാണ് കേട്ടോ. നീളവും ലെങ്തും ഹൈറ്റും കണ്ടുപിടിക്കാനാണ്, നീളവും ഉയരവും കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ നോക്കിക്കേ, 1 2 3 4 നീളം 4 ആണ്, 1 2 3 ഹൈറ്റ് 3 ആണ്. ഇവിടെ നോക്കിയേ, 1 2 3 4 5 6 7 8 9 നീളം 9 ആണ്, ഹൈറ്റ് എത്ര? 1 ആണ്. നീളം 9ഉം ഹൈറ്റ് 1ഉമാണ്. ഇവിടെ നോക്കിയേ, 1 2 3 4 5 6 നീളം 6 ആണ്, ഹൈറ്റ് 1 2 ഹൈറ്റ് 2 ആണ്. ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം അറിയാമല്ലോ നിങ്ങളെ. ഇവിടെ 12 ആണ് അല്ലേ. 12 ഹൈറ്റോ ഒക്കെ 1 അല്ലേ, 1ഉമാണ്. ഇത്രയേ ഉള്ളൂ. അതായത് നീളവും ഹൈറ്റും എത്രയാണെന്ന് എഴുതാൻ മാത്രമാണ് നമ്മുടെ ടെസ്റ്റിൽ ചോദിച്ചത്. ഇത് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? നീളവും ഹൈറ്റും എത്രയാണെന്ന് ഓക്കെ ആണോ? ഇനിയും ചോദിച്ചു നോക്കിക്കേ, ഇതിൻ്റെ ചുറ്റളവ്. ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താ? അടുത്ത ബോക്സിൽ ചോദിച്ചാൽ എന്താ? ഇതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഈ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. 6 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എത്രയാവും നിങ്ങളെ? 6 സെൻറ്റിമീറ്റർ. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ എത്ര? 1. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും ഇതിൻ്റെ ചുറ്റളവ്? ഞാൻ ഇവിടെ താഴെ അങ്ങ് എഴുതാം കേട്ടോ. ചുറ്റളവിൻ്റെ മലയാളം എന്താണ്? പെരിമീറ്റർ ആണ് കേട്ടോ. പെരിമീറ്റർ നിങ്ങളങ്ങ് എഴുതിക്കൊണ്ടോ കുഞ്ഞുങ്ങൾ കേട്ടോ. പെരിമീറ്റർ എത്രയാവും കുഞ്ഞുങ്ങൾ? ഇവിടെ 6ഉം 6ഉം 12, 12 1ഉം 13, 13 1ഉം 14 ഇവിടുത്തെ എന്ത് ചുറ്റളവ്. എത്ര കുഞ്ഞുങ്ങളെ? 14. അത് നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ടല്ലേ. 14. ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കിക്കേ, ഇവിടെ 3 ആണ് അല്ലേ. ഇവിടെയും 3 ആണ്, ഇവിടെ 2, ഇവിടെയും 2 അല്ലേ. അപ്പോൾ എത്ര? 3ഉം 3ഉം 6, 6ഉം 2 8, 8ഉം 2 10 ഇവിടുത്തെ ചുറ്റളവ്. നമ്മളോട് ചുറ്റളവ് കാണാനല്ലേ പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾ അടുത്ത ബോക്സിലായിട്ട്, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇവിടെ എത്രയാണ്? 2, ഇവിടെ 3, ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3. അതൊരു സ്ക്വയർ ആണല്ലേ. സ്ക്വയറിനെ നമ്മൾ എങ്ങനെ എഴുതും? എത്ര? 3 3 6 6 3 9, 9 3 12 കേട്ടോ. എങ്ങനെയാ വന്നത്? 4 സൈഡും കൂടെ കൂട്ടുന്നതാണ് കേട്ടോ. ചുറ്റളവ് എന്ന് വെച്ചാൽ എന്താണ്? എത്ര സൈഡുണ്ടോ അത്രയും സൈഡും കൂടെ കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇക്വേഷൻ എഴുതണം കേട്ടോ. ഇനി നോക്കിക്കേ, 1 ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 ഇവിടെ. അപ്പോൾ എത്ര? 4. ഇവിടെ 3, അപ്പോൾ ഇവിടെ 3. 4 4 8, 8 3 11, 11 3 14. അപ്പോൾ ഇവിടെ എത്രയാ? ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 14 അല്ലേ. 4 4 ഇവിടെ 4 1 2 3 4 1 2 3 1 2 3 4 1 2 3 അല്ല അല്ലേ. ഇവിടെ 3 3 ഓക്കെ. 4 4 8, 8 3 9 11 12 13 14. ഓക്കെ, ഇവിടെ 14. ഓക്കെ, പടം നോക്കണേ കേട്ടോ. ടെസ്റ്റിലാണെങ്കിൽ പടം തിരിച്ചെഴുതിയേക്കുന്നത് കേട്ടോ. തിരിച്ച് മറിച്ച് നോക്കിയാൽ അപ്പം നമ്മൾ ആ പടവും എന്തിനാ നമ്മൾ ഈ ടെസ്റ്റ് ഒന്നും ആലോചിക്കേണ്ട കുഞ്ഞുങ്ങളെ. അതിനകത്തിൽ എന്താ ഈ എത്ര ബോക്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇവിടെ ഒക്കെ ഇവിടെ 9 ആണെങ്കിൽ അതിൻ്റെ മുകളിൽ 9 ആണ്. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 9. ഓയ്യോ, ഇവിടെ 1. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1. ഇവിടെ 9 ആണെങ്കിൽ ഇവിടെ 9. 9 9 18 19 20. അപ്പോൾ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 20. 20 വന്നതിന് സംശയം ഉണ്ടോ? ഇല്ലെങ്കിൽ 2 × L+B വെച്ചും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് 2 × L+B? നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ചെയ്താൽ മതി. 2 × L എത്ര കുഞ്ഞുങ്ങളെ? നീളം 9 ആണ് അല്ലേ. വീതി 1 ആണ് അല്ലേ. അപ്പം
2 ഇൻറ്റു 9 1 10 10 ഇൻറ്റു 2 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. കണ്ടോ, ഇങ്ങനെയും ചെയ്താൽ 20 കിട്ടും. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എല്ലാ കുട്ടികൾക്കും അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മൊത്തം വശം കൂട്ടി എഴുതിയാലും നമുക്ക് കിട്ടും കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും 2-3 മെത്തേഡ് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് ആ രീതി ചെയ്താൽ മതി. ഓക്കെ ആണോ നിങ്ങളെ? ഇനി ഇവിടെ നോക്കി 1 2 3 4 5 6 ആണ് അല്ലേ. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6 ആണ്. ഇവിടെ 2 ആണ്, അപ്പോൾ ഇവിടെയും 2 ആണ്. 6 6 12, 12 2 14, 14 2 16 ആണ് ഇവിടുത്തെ 16 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇവിടുത്തെ പെരിമീറ്റർ കേട്ടോ. പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്ത് കാണാനാണ് നമ്മളിവിടെ? ചുറ്റളവാണ് കേട്ടോ. മലയാളം മീഡിയക്കാരെയും ഇംഗ്ലീഷ് മീഡിയക്കാരെയും ശ്രദ്ധിച്ച് കേട്ടോണേ കുഞ്ഞുങ്ങളെ. പെരിമീറ്ററിൻ്റെ മലയാളമാണ് ഈ ചുറ്റളവ് എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കിക്കേ 1 2 ഇവിടെ മൊത്തം 12 ആണ് അല്ലേ. 12ഉം ഇവിടെ 1. ഇവിടെ 12 ആണെങ്കിൽ ഇവിടെയും 12, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1. 12ഉം 12ഉം 24, 25, 26 ആണ് ഇവിടുത്തെ പെരിമീറ്റർ ഈസിക്കൽ ടു 26 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? 113ാമത്തെ പേജ് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 2 ഇൻറ്റു L+B വേണേ വെച്ച് നമുക്ക് പെരിമീറ്റർ ഇതിനോട് നമ്മൾ ചുറ്റളവ് അല്ലേ, ചുറ്റളവിൻ്റെ വേറൊരു പേരാണ് പെരിമീറ്റർ. അപ്പം എന്താവും നിങ്ങളെ, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആയിരിക്കും, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കും. ഈ 4 വശം കൂടെ കൂട്ടി കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചുറ്റളവെന്ന് പറയുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് 4 വശം തന്നിട്ടുണ്ടെങ്കിൽ 4 വശവും കൂടെ ഒന്നുകിൽ കൂട്ടി എഴുതുക, അല്ലെങ്കിൽ 2 ഇൻറ്റു L+B വെച്ച് ചെയ്യുക കേട്ടോ. ഇനി നോക്കണേ, 114ാമത്തെ പേജ് നോക്കൂ നിങ്ങളെ. അകത്തെ അളവ് അല്ലേ. ഈ പട്ടികയിലെ 1ാമത്തെയും 5ാമത്തെയും ചതുരങ്ങൾ നിങ്ങൾ നോക്കിക്കേ. 1ാമത്തെ ചതുരം നോക്കണേ നിങ്ങളെ, കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കേ, 1 2 3 4 5 6. ഇവിടെ എത്ര ഉണ്ടോ നിങ്ങളെ? 6. ഇവിടെ 1. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എത്ര? 6. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ എത്ര? 1. അപ്പോൾ എത്ര? 6 6 12, 1 13, 1 14. സംശയമുണ്ട്, 14 അല്ലേ എന്നാ ചോദിച്ചേക്കുന്നത്. ഇനി അവർ അതേപോലെ നോക്കി ഇപ്പുറത്തും തന്നിട്ടുണ്ട്. 1 2 3 4. ഇവിടെ 4 തന്നിട്ടുണ്ട്. 1 2 3 ഇവിടെ 3 തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എത്ര? 3. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എത്ര? 4. 4 4 8, 8 3 11 14. ഇവിടെയും 4 വരുന്നതെന്ന് നോക്കിക്കേ. 2 ചതുരത്തിൻ്റെയും ചുറ്റളവ് 14 സെൻറ്റിമീറ്റർ അല്ലേ. പക്ഷേ ഇടത്തെ ചതുരം 6 സമചതുരങ്ങൾ ചേർത്ത് വെച്ചതാണ്, വലത്തെ ചതുരം 12 സമചതുരങ്ങൾ ചേർത്ത് വെച്ചതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 14 സെൻറ്റിമീറ്റർ നീളമുള്ള 2 നൂലുകൾ 2 തരത്തിൽ മുറിച്ച് ചതുരങ്ങളുടെ അതിരുകൾ ഉണ്ടാക്കിയാൽ ചതുരത്തിൻ്റെ ഉള്ളിലുള്ള സ്ഥലത്തിൻ്റെ അളവ് ഒരുപോലെ ആയിരിക്കില്ലേ എന്നാ ചോദിച്ചിരിക്കുന്നത്. ആയിരിക്കില്ല അല്ലേ? ആയിരിക്കുമോ? അല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ നോക്കിക്കേ, ഇവിടെ 6 നമ്മൾ പറഞ്ഞായിരുന്നു മേളിച്ചത്. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1 അല്ലേ. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇടത് ചതുരത്തേക്കാൾ കൂടുതൽ പരന്നതാണ് വലത് ചതുരം. നീളം അളക്കാൻ സെൻറ്റിമീറ്റർ, മീറ്റർ എന്നിങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ച നീളങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ മുൻകൂട്ടി നിശ്ചയിച്ച സമചതുരങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ പരപ്പ് കണക്കാക്കുന്നത്. ഉദാഹരണമായി വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്ററായ സമചതുരത്തിൻ്റെ പരപ്പളവ് 1 ചതുരശ്ര സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. ഇത്തരം 2 സമചതുരങ്ങൾ ചേർത്ത് വെച്ച ചതുരത്തിൻ്റെ പരപ്പളവ് 2 ചതുരശ്ര സെൻറ്റിമീറ്റർ. 3 എണ്ണം ചേർത്ത് വെച്ചാൽ എന്താ? 3 ചതുരശ്ര സെൻറ്റിമീറ്റർ. മലയാളത്തിലാണ് ഈ ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇംഗ്ലീഷിൽ എന്താ നിങ്ങൾ പറയുന്നത്? സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത് കേട്ടോ. സ്ക്വയർ സെൻറ്റിമീറ്റർ. നമുക്കിനി അടുത്ത മെയിൻ കണക്കിലോട്ട് വരാം. അതാണ് നോക്കിയേ, 1 സെൻറ്റിമീറ്റർ ഇവിടെയാണെങ്കിൽ നോക്കണേ കുഞ്ഞുങ്ങളെ. ഇപ്പോൾ ആ പറഞ്ഞത് നിങ്ങൾക്ക് ടെസ്റ്റ് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഇവിടെ നോക്കിയേ, ഇത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എന്താ? 1. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ എത്ര? ഇവിടെ 1 ആണ്. ഇവിടുത്തെ പരപ്പളവ് എന്ന് വെച്ചാൽ എന്താ? ഏരിയയാണ്. മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നില്ലേ ഏരിയയും പരപ്പളവ് അല്ലേ. ചുറ്റളവിനാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. തിരിഞ്ഞു പോവല്ലേ. ചുറ്റളവിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിമീറ്റർ എന്ന് പറയുന്നത്. ഏരിയയ്ക്കാണ് നമ്മൾ പരപ്പളവെന്ന് പറയുന്നത്. അത് തിരിഞ്ഞു പോവല്ലേ കേട്ടോ. പരപ്പളവ് കാണാൻ എന്ത് ചെയ്യണമെന്നറിയോ? ഇത് സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ പരപ്പളവ് മുമ്പ് ഞാൻ പറഞ്ഞു. എന്തോ നിങ്ങളെ ഓർമ്മയുണ്ടോ? സൈഡ് ഇൻറ്റു സൈഡാണ് അല്ലേ. അപ്പോൾ എന്താ? 1 ഇൻറ്റു 1 1 തന്നെയാണ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത് സ്ക്വയറാണ്, സംശയമില്ലല്ലോ. സ്ക്വയറിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. സൈഡ് എന്താ? 1. 1 ഇൻറ്റു 1 1. ഇനി നോക്കിക്കേ, ഇത് 2 സ്ക്വയറുകൾ തങ്ങളിൽ വെച്ചതാണ്. അപ്പോൾ എന്തായി? അതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് മാറി അല്ലേ.
അല്ലേ കുഞ്ഞുങ്ങളെ, അതൊരു ചതുരമായിട്ട് അങ്ങ് മാറി. സ്ക്വയർ ആണോ? അല്ല. അപ്പോൾ ഇതെന്താ, റെക്റ്റാങ്കിളിൻ്റെ പരപ്പളവ് കാണുന്ന എന്താ, എൽ ഇൻറ്റു ബി ആണ്. എന്താ കുഞ്ഞുങ്ങളെ, എൽ ഇൻറ്റു ബി. മുമ്പ് ഞാൻ ആദ്യമേ ഇതിന് ടെസ്റ്റ് നിങ്ങൾ ഇത് പഠിപ്പിക്കുന്നതിനെക്കാട്ടി മുന്നേ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ ഇക്വേഷൻ പഠിപ്പിച്ചത്. എന്താ, എൽ ഇൻറ്റു ബി ആണ് കേട്ടോ. എൽ ലെങ്തും ബ്രെഡ്ത്തും ഞാൻ ആദ്യമേ എന്താന്ന് പഠിപ്പിച്ചു. താഴെ തരുന്ന ലെങ്ത് എത്ര, 2, ബ്രെഡ്ത്ത് എത്ര, 1, 2 ഇൻറ്റു 1 2. മനസ്സിലായോ? പരപ്പളവ് 2 ചതുരശ്ര സെൻറ്റിമീറ്റർ കേട്ടോ. സ്ക്വയറിൻ്റെയോ സൈഡ് ഇൻറ്റു സൈഡാണ്. സൈഡ് എത്ര, 1 ഇൻറ്റു 1 1. ഇത് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് കേട്ടോ പറഞ്ഞു തരുമോ? ഇനി നോക്കിക്കേ, 1 2 3 അല്ലേ, 3 ഇവിടുത്തെ നീളം. ലെങ്ത് 3, വിഡ്ത്ത് 1, ലെങ്ത് 3. അപ്പം നമ്മൾ എന്താ, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ എൽ ഇൻറ്റു ബി ആണ്. 3 ഇൻറ്റു 1 3 തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നോക്കിക്കേ, 2. ഇതൊരു സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ എന്താ പരപ്പളവ് അല്ലെ ഏരിയ, സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ 2 ഇൻറ്റു 2 4 കേട്ടോ. എസ് ഇൻറ്റു എസ്, എൽ ഇൻറ്റു ബിയും എസ് ഇൻറ്റു എസും ഓർത്തോണേ നിങ്ങളെ, തിരിഞ്ഞു പോവല്ലേ. റെക്റ്റാങ്കിളിൻ്റെ സ്ക്വയറിൻ്റെ ഞാൻ ആദ്യം പഠിപ്പിച്ചത് ഇപ്പം നിങ്ങൾക്ക് ഉപയോഗപ്രദമായില്ലേ ആ ഇക്വേഷൻ പഠിച്ചവർക്ക് കേട്ടോ. കയ്യേലൊക്കെ എഴുതിയിട്ട് പഠിച്ചോണം കേട്ടോ. എന്നിട്ട് പിന്നെ നല്ലപോലെ പഠിച്ചു കഴിയുമ്പോൾ അത് മായ്ച്ചും കളയണം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾ കേട്ടോ. അപ്പം നോക്കിക്കേ, നമുക്കിത് ഓക്കെ ആവുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റും. നോക്കാം. നോക്കിയേ, 1 2 3 4 5 6 6. അവിടെ ഓൾറെഡി നമുക്ക് അവർ പറയുന്നുണ്ട് 6 സെൻറ്റിമീറ്റർ നീളം അല്ലെങ്കിൽ ലെങ്ത്. ഉയരം 1 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ചുറ്റളവ് എങ്ങനെയാവും കുഞ്ഞുങ്ങളെ, നമ്മളിപ്പോൾ പഠിച്ചു ഇല്ലേ. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6 ആയിരിക്കും. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1 ആയിരിക്കും. അപ്പോൾ എങ്ങനെയാ, 6 6 12, 1 13, 1 14 നമ്മളുടെ ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്. ചുറ്റളവിന് എന്താവും കുഞ്ഞുങ്ങളെ, പെരിമീറ്റർ കേട്ടോ. പെരിമീറ്റർ ആണേ, കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ, പെരിമീറ്റർ. ഇനി ഏരിയ, പരപ്പളവ് കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ മലയാളവും ഇംഗ്ലീഷിനും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളെ. പെരിമീറ്റർ ചുറ്റളവും പരപ്പളവ് ഏരിയയുമാണ്. ഇപ്പം മനസ്സിലായോ? അതായത് നമ്മൾ പെരിമീറ്റർ ചുറ്റളവ് വെച്ചാൽ ചുറ്റുമുള്ള അളവ്, അത് കിട്ടി 14. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഏരിയ കാണണം, പരപ്പളവ് കാണണം. 6 കിട്ടിയെന്ന് പറഞ്ഞു. എങ്ങനെ കിട്ടി നമുക്കറിയാം അല്ലേ. എന്താ, ഇത് ചതുരത്തിനാണെങ്കിൽ നമ്മളത് എൽ ഇൻറ്റു ബി, 6 ഇൻറ്റു 1 എത്ര, 6 ഇൻറ്റു 1 6. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ, അവർ നീളം തന്നിട്ടുണ്ട് 3 അല്ലേ. ഇവിടെ 3 തന്നു, ഇവിടെ 2. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആണ്, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 അല്ലേ. 3 3 6 2 8, 8 2 10 ഇവിടെ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടോ? 115-ാമത്തെ പേജിലെ കണക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ 10 വരുന്നത് കേട്ടോ. ഇനി നോക്കിക്കേ, ഇനി അവിടുത്തെ പിന്നെ എന്താ പരപ്പളവ് നോക്കിക്കേ. പരപ്പളവ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ, അല്ലേ ഇതെന്താ റെക്റ്റാങ്കിൾ ആണല്ലേ, ചതുരമാണ്. അപ്പോൾ എൽ ഇൻറ്റു ബി, എൽ ഇൻറ്റു ബി. എൽ എത്രയാണ്, 3 3 ഇൻറ്റു 2 6 കണ്ടോ. ഓക്കെ ആണോ? 3 ഇൻറ്റു 2 6. ഇക്വേഷൻ പഠിച്ചുകൊണ്ട് എളുപ്പമല്ലേ. അടുത്ത് നോക്കിക്കേ, ഇവിടെ 3 ആണ്, ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3. എന്തുകൊണ്ടായി 3 വന്ന് നമ്മുടെ ബോക്സ് കാണുമ്പോഴേ അറിയാം അല്ലേ. അപ്പോൾ നോക്കിയേ, ചുറ്റുമുള്ള അളവ് നോക്കിയേ, 3 3 6 3 9 3 ഇത്ര കുഞ്ഞുങ്ങളെ 12 ആണ്. 12 വന്ന സംശയമുണ്ടോ? 4. ചുറ്റുമുള്ള അളവാണ് പെരിമീറ്റർ, ചുറ്റളവ്. ഈ എന്താ സ്ക്വയറിൻ്റെ എങ്ങനെ, സൈഡ് ഇൻറ്റു സൈഡാണ്. സൈഡ് എത്ര കുഞ്ഞുങ്ങളെ, 3. 3 ഇൻറ്റു 3 എത്ര, 3 9. മനസ്സിലായോ? ഇക്വേഷൻ പഠിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അടുത്ത് നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 എന്നാ അവർ തന്നിട്ടുണ്ടല്ലേ. ഇവിടെ 9, ഇവിടെ 1. ഇവിടെ 9 ആണെങ്കിൽ ഇവിടെ 9, ഇവിടെയും 1. 9 9 18, 18 1 19 1, ഇവിടെ 20 ആണ് അല്ലേ. അപ്പം എന്താ, ഇത് റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ എൽ ഇൻറ്റു ബി. എൽ എത്രയാണ്, 9. 9 ഇൻറ്റു 1 9 കേട്ടോ. 9 ഇൻറ്റു 1 9. അടുത്ത അവർ പറയുന്നുണ്ട് ഇത് 4 ആണ്, ഇത് 3 ആണ്. ഇത് 3 ആണെങ്കിൽ ഇതും 3 ആണ്, ഇത് 4 ആണ്. ചുറ്റുമുള്ള അളവ് 4 4 8, 8 3 11 3, 4 4 8 11 12 14 അല്ലേ. ഓക്കെ 14. ഓക്കെ കുഞ്ഞുങ്ങളെ 14 14 വന്നത് എന്താ, ചുറ്റുമുള്ള അളവാണ്. ഇനി എന്താ, ഇതൊരു എന്താ റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ എൽ ഇൻറ്റു ബി ആണ് അല്ലേ. എൽ ഇൻറ്റു ബി ഇവിടെ വന്നത് 9 ഇൻറ്റു 1 ആണ്. ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ എടുത്ത് നോക്കുമ്പോഴേ എൽ ഇൻറ്റു ബി എന്താവും നിങ്ങളെ, 4 ഇൻറ്റു 3 അല്ലേ. 4 ഇൻറ്റു 3 എത്ര, 12 കേട്ടോ. ഇങ്ങനെ അങ്ങ് ഇൻറ്റു ചെയ്താലും മതി. പക്ഷെ നിങ്ങൾക്ക് ഇത് തന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അറിയണ്ടേ, അതിനാണ് ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ.
അടുത്ത് നോക്കി നിങ്ങളെ 6 ഇവിടെ 6 ഇവിടെ 2 ഇവിടെ 2 ഇവിടെയും 2 ഇവിടെ 6 6 6 12 12 2 14 2 16 ഇവിടെ 16 6 2 12 എന്താ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് L ഇൻറ്റു ബി 6 ഇൻറ്റു 2 12 കേട്ടോ. അടുത്ത് നോക്കിയേ 12 1 അല്ലേ, ഇവിടെ 12 ഇവിടെ 1 12 ഇവിടെയും 12 ഇവിടെ 1 12 12 24 25 26 ഇവിടെ 26 അപ്പോൾ ഇവിടെ എന്താ 12 ഇൻറ്റു 1 12 L ഇൻറ്റു ബി അല്ലേ, 12 ഇൻറ്റു 1 12. ഈ ഇക്വേഷൻ L ഇൻറ്റു ബി ആണോ S ഇൻറ്റു എസ്, S ഇൻറ്റു എസ് എന്താ നിങ്ങൾ സ്ക്വയറിന് മാത്രമേ S ഇൻറ്റു എസ് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം L ഇൻറ്റു ബി ആണ്. മനസ്സിലായോ? ഇത് ഓക്കെ ആണോ നിങ്ങൾ? നമ്മൾ വാരി വലിച്ച് പഠിപ്പിക്കുന്ന ഭേദം ഒരു പേജ്, ഇപ്പം ഞാൻ 5ാം ക്ലാസ്സിലെ 115ാമത്തെ പേജിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, അത് നിങ്ങൾ ഓക്കെ ആണോ എന്നാണ് എനിക്കറിയേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പം നമ്മൾ ഇന്ന് 35 മിനിറ്റോളമായി, ബാക്കി ഞാൻ പാർട്ട് 2 എന്നും പറഞ്ഞ് നാളെ ഇടാം. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ. ബാക്കി നാളെ പേജ് നമ്പർ 116 മുതൽ നമുക്ക് നാളെ ഇടാം. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.